ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരു ഇലാസ്റ്റിക് പഫ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇലാസ്റ്റിക് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേട്ടോ. വളരെ ഭംഗിയാണ് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് പഫ് സ്ലീവ് വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്ലീവിലേക്കും വേണ്ടിയിട്ട് രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചും അതുപോലെ വിഡ്ത്ത് 10 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഈ എലാസ്റ്റിക് പഫ് സ്ലീവ് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് ഞൊറിവ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. കുറച്ച് ഞൊറിവ് മാത്രമേ മതിയെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് കുറക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ രണ്ടായിട്ട് മടക്കുകയാണ്. അത് ഒരു സൈഡ് 4 പീസ് ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പുറ സൈഡിൽ ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഇത്. ലൈനിങ് തുണിയാണ്. അപ്പോൾ ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ചുരിദാറിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ്. പക്ഷേ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊന്നും ഇന്ന് കാണിക്കുന്നില്ല. ഇന്ന് ഈ ഒരു പഫ് സ്ലീവിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഞൊറിവെടുക്കാൻ വേണ്ടി ഒരു 5 ഇഞ്ച് മുകളിലും താഴെയായിട്ട് അടയാളപ്പെടുത്തുകയാണ്. 5 അല്ലെങ്കിൽ 6 എടുക്കാം കേട്ടോ. 6 എടുത്താൽ കുറച്ചും കൂടി അധികം കിട്ടും. പക്ഷേ ഞാനിവിടെ ഒരു 5 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അവിടുന്ന് താഴേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ആ ലൈനിന് ശേഷമാണ് നമ്മുടെ സാധാരണ നമ്മൾ ബാക്കി എല്ലാ സ്ലീവിനും ചെയ്യുന്നത് പോലെയുള്ള എല്ലാ അളവുകളും ചെയ്യുന്നത്. അതിന് ശേഷമാണ്. അപ്പോൾ ആം ലെങ്ത് ആയിട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെസ്റ്റ് സൈസ് ഒരു 36 ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവ് എടുക്കുന്നത്. നിങ്ങളുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ആം ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു അളവ് എടുത്തതിന് ശേഷം താഴേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ആ ഒരു 3.5 ഇഞ്ചിലേക്കാണ് നമ്മുടെ സാധാരണ നമ്മൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് ഒരു കർവ് വരക്കുന്നില്ലേ, ആ ഒരു കർവ് ആ 3.5 ഇഞ്ചിലേക്കാണ് ചെയ്യേണ്ടത്. ഇനി താഴ്ഭാഗം ആ ഒരു ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അതൊരു 12 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആ ഒരു 12 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അധികം കുറക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര ഒരു ഭംഗി കിട്ടില്ല. ഇനി ആ ഒരു കർവ് അതേപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന അതേപോലെ ആ ഒരു കർവ് ഇതൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. തയ്യൽ തുമ്പ് അടക്കമായിട്ടുള്ള അളവാണ് കേട്ടോ ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തോന്നും വലിയൊരു അളവാണൊക്കെ തോന്നും. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ എലാസ്റ്റിക്കൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും കേട്ടോ. ഇനി ആ താഴത്തേക്കുള്ള ആ 12 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് ആ ഒരു 3.5 ഇഞ്ചിന് നേരെ താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുകയാണ് കേട്ടോ. ഇനി അതേപോലെ ആ ഒരു ലൈനിൽ കൂടി നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന അതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആ ഞൊറിവിടാൻ വേണ്ടി ഒരു 5 ഇഞ്ചിൽ നമ്മൾ ഒരളവ് എടുത്ത് വെച്ചില്ലേ, അതിൽ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മുതലാണ് ഞൊറിവിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലൈനിങ് തുണിയിലെ രണ്ട് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങൊന്നും കാണിക്കുന്നില്ല. ആ ഒരു അളവ് വെച്ചിട്ട് മെയിൻ ക്ലോത്തിൽ ഇതേപോലെ 2 പീസ് 2 സ്ലീവിലേക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അതിനുശേഷം അത് ബാക്കിയുള്ളത് കാണിക്കാം. അങ്ങനെ ആ ലൈനിങ് തുണി മെയിൻ തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരേപോലെ ഇങ്ങനെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ സ്ലീവിനേക്കാളും ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ ഞൊറിവൊക്കെ എടുത്ത് വെച്ച സ്ലീവിൽ ഇട്ട ആ ഒരു ഭംഗി വേറെ തന്നെയാണല്ലേ. ആ ഒരു ചുരിദാറിൻ്റെ ആ ഒരു ഭംഗി ഭയങ്കര ഒരു രസമാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഞൊറിവിട്ട് കൊടുക്കുന്നത്. വളരെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ലൈനിങ് അടക്കം വെച്ചതുകൊണ്ട് കുറച്ചൊരു കട്ടിയുള്ള ഒരു ക്ലോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വളരെ ചെറിയ ഞൊറിവ് അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയതായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വലുതെടുത്താലും നമ്മുടെ ആ സ്ലീവ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. നല്ലൊരു ഭംഗിയാണ് ഇട്ടിട്ടാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ലൈനിങ് ഒക്കെ വെക്കാത്ത ക്ലോത്ത് ആണെങ്കിൽ നമുക്കിങ്ങനെ സ്പീഡിൽ ചെറിയ കുഞ്ഞു ഞൊറിവ് ഇട്ടിട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞൊറിവിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗവും
രണ്ട് സ്ലീവിൻ്റെയും താഴ്ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ആ ഒരു എലാസ്റ്റിക് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു താഴ്ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ സൈസിനും പറ്റുന്ന ഒരളവാണ്. എന്നാലും കുറച്ചും കൂടി കൈയൊക്കെ തടിയുള്ള ഒരാളാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അല്ലാത്തവർക്കൊക്കെ ഈ ഒരു 10 ഇഞ്ച് ധാരാളമാണ്. പിന്നെ ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ എലാസ്റ്റിക് വെക്കേണ്ട ആവശ്യമില്ല. അവിടെ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം ആ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതുപോലെ ആ താഴ്ഭാഗത്തു നിന്നും 1 ഇഞ്ച് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്തും എലാസ്റ്റിക്കിനെ വലിച്ച് പിടിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റതും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ എലാസ്റ്റിക്കൊക്കെ വെച്ച് ഞെറിവൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടോപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ഈ 2 സ്ലീവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേട്ടോ. ഇത് ചുരിദാറിൻ്റെ യോക്ക് പാർട്ടാണ്, അതിൻ്റെ സ്കേർട്ട് പാർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചുരിദാറിൽ ആ ഒരു പഫ് സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇട്ടിട്ടാകുമ്പോഴും നല്ല രസമാണ് കേട്ടോ. ആ ഒരു എലാസ്റ്റിക് വെച്ചത് കൊണ്ട് നല്ലൊരു ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പഫ് സ്ലീവ് എലാസ്റ്റിക് വെച്ച് ചെയ്യാൻ വേണ്ടി ഇത്രേ പണിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ആ ചുരിദാറിൻ്റെ ലാസ്റ്റ് ഫിനിഷ് ആയിട്ടുള്ളത് കേട്ടോ. അടിഭാഗത്ത് പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിലേക്ക് വരും വരെ ബൈ.